നല്ലൊരു PR വർക്കാണ്. കാശ് കൊടുത്ത ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും. അതിന്റെ ഒരു ഭാഗമാണ്. സുരേഷ് ഗോപി ഇവിടെ 2ാം സ്ഥാനത്തേക്ക് വരില്ല, 3ാം സ്ഥാനത്തേക്ക് പോകും. എനിക്ക് സുരേഷ് ഗോപി ജയിക്കണം. സുരേഷ് ഗോപി ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? സുരേഷ് ഗോപി അതായത് സ്വന്തം കാശ് എടുത്തിട്ട് സഹായിക്കണ്ടേ. സുരേഷ് ഗോപി ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ല. പത്മജ വേണുഗോപാൽ, പത്മജ മുരളിയുടെ സഹോദരി പത്മജ BJP-യിലേക്ക് പോയി. അപ്പൊ അതൊക്കെ സ്ഥാനമാകും നോക്കിട്ട് ചാടി ചേട്ടാ. അവൾക്ക് എന്തുകൂടാ എന്തുള്ള അവൾക്ക് എത്ര പ്രാവശ്യം സീറ്റ് കൊടുത്തില്ലേ? അവളൊക്കെ എന്തിട്ട് വെറുതെ ഈ പറയാണ്ടിരിക്കാനുള്ളത്. കേരളത്തിൽ തന്നെ ശക്തമായ ത്രികോണ മത്സരമുള്ള ഒരു മണ്ഡലമായിട്ടാണ് തൃശ്ശൂരിനെ എല്ലാവരും പറയുന്നത്. അത്രയും കരുത്തരാണ് ഇവിടുത്തെ 3 സ്ഥാനാർത്ഥികൾ. അപ്പൊ ചേട്ടൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്രാവശ്യം തൃശ്ശൂരിന്റെ മനസ്സ് കീഴടക്കാൻ പോകുന്നത് ആരായിരിക്കും? സുനിൽകുമാർ. എന്തുകൊണ്ടാണ് അത്ര ഉറപ്പി പറയുന്നത്? സുനിൽകുമാർ ജനകീയനാണ്. നമുക്ക് എപ്പോ പോയാലും ചെന്നാ വിളിച്ച ആളെ കിട്ടും, ചെന്ന് സംസാരിക്കാം. ഇവരൊക്കെ എവിടെ പോയി കാണിക്കാൻ? കെ മുരളീധരൻ ജയിച്ചു, എവിടെ പോയിട്ട് കാണും? സുരേഷ് ഗോപി ജയിച്ചു, എവിടെ പോയിട്ട് കാണും? പിന്നെ അവർ പറഞ്ഞ് ഞങ്ങളുടെ ഓരോ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. ഇവരെ പിന്നാലെ നടന്ന് പിന്നെ അവരെന്തെങ്കിലും ചോദിക്കും. സുനിൽകുമാറിനെ എപ്പോൾ നമ്മളൊന്ന് ഫോൺ ചെയ്താൽ മതി. ആളെ പോയി കാണാൻ, ഇങ്ങോട്ട് കാണാന്ന് പറയും, പോയി കാണാൻ കാര്യം നടത്താം. അപ്പോ വിളിച്ച വിളി പുറത്തുണ്ട്. ഈ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സുരേഷ് ഗോപി ഭയങ്കര ഒരു തരംഗം ഉണ്ടാക്കിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? നല്ലൊരു PR വർക്കാണ്. കാശ് കൊടുത്ത ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും. അതിന്റെ ഒരു ഭാഗമാണ്. സുരേഷ് ഗോപി ഇവിടെ 2ാം സ്ഥാനത്തേക്ക് വരില്ല, 3ാം സ്ഥാനത്തേക്ക് പോകും. അപ്പോൾ സുനിൽകുമാറിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി വരാൻ പോകുന്നത് മുരളീധരന്റെ ഭാഗത്തു നിന്ന് സംശയമില്ല. അപ്പോൾ മുരളീധരനും സുനിൽകുമാറും തമ്മിലൊരു പോരാട്ടമായിരിക്കും ഇപ്രാവശ്യത്തെ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ചേട്ടൻ കഴിഞ്ഞ ദിവസം പൂരം കണ്ടാണോ? ആ പൂരത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊക്കെ പോലീസ് കമ്മീഷണർ അറിവുകൊണ്ട് പറ്റിയതാണ്. അതിന് പ്രത്യേകിച്ച് ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പോലീസ് ഓഫീസറുടെ ഭാഗത്തിൽ കൊണ്ട് പറ്റിയിട്ടുള്ളതാണ്. അതങ്ങനെ കണ്ടാൽ മതി. അപ്പൊ തൃശ്ശൂരിന്റെ മനസ്സിൽ ഇപ്രാവശ്യം സുനിൽകുമാറിനെ പോയി. ഓക്കെ, താങ്ക് യു. ചേട്ടൻ്റെ പേര്? ശോഭൻ ബാബു. താങ്ക് യു. തൃശ്ശൂര് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 കരുത്തുറ്റ സ്ഥാനാർത്ഥികളാണ്. സുരേഷ് ഗോപി BJP-ക്ക് വേണ്ടി, സുനിൽകുമാർ LDF-ന് വേണ്ടി, അതുപോലെ തന്നെ മുരളീധരൻ UDF-ന് വേണ്ടി. അപ്പോൾ തൃശ്ശൂര് ഇപ്രാവശ്യം ആര് ജയിക്കാനാണ് സാധ്യത? മുരളീധരനാണ് സാധ്യത കൂടുതൽ. UDF-ന് അനുകൂലമായ ഒരു സാഹചര്യമാണോ? ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കഴിഞ്ഞ പ്രതാപഞ്ചേരി സീറ്റാണല്ലോ. ഇപ്പൊ മുരളീധരൻ നിൽക്കണോ, കരുണാകരൻ നിൽക്കണോ, ആ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോ ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതില് 2ാം സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ളത് LDF സുനിൽകുമാർ വരും. LDF. അപ്പൊ ഉറപ്പായിട്ടും BJP 3ാം സ്ഥാനത്തോട്ട് പോകുന്നതാണ് അല്ലെ? ഉറപ്പായിട്ടും. ആര് ജയിക്കാനാണ് സാധ്യത? 3 ശക്തരായ മത്സരാർത്ഥികളുണ്ട്. സുരേഷ് ഗോപി ജയിക്കും, അത് ഉറപ്പായിട്ടും തോന്നുന്നേ. എല്ലാവരും അഭിപ്രായം പറയുന്നത് അങ്ങനെയാ. എല്ലാരും അങ്ങനെ പറയാം. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി? അതെങ്ങനെ എനിക്ക് അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്നാലും എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടല്ലേ? എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ജയിച്ചാൽ കൊള്ളാന്ന് പറയുന്നുണ്ട് ആൾക്കാർ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എന്റെ പേര് വേണു. ഓക്കെ ചേട്ടാ, ശരി, താങ്ക് യു. ഈ തൃശ്ശൂർ ആർക്കാണ് വിജയ സാധ്യത ചേട്ടാ? അതിപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ മാറി പറഞ്ഞ സാഹചര്യങ്ങളല്ലേ വരുന്നത്. അതെ, മാറിയാണ്. അപ്പോ ഇവിടെ സുരേഷ് ഗോപിക്ക് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് തോന്നുന്നു? സുരേഷ് ഗോപിക്ക് ചാൻസ് കുറവാണല്ലേ? അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ സുരേഷ് ഗോപിക്കാണ് സാധ്യത എന്നൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെ ആണല്ലേ? പക്ഷെ തൃശ്ശൂരിന്റെ ഒരു മണ്ണ് ഇപ്പോ ഏത് പാർട്ടിക്ക് അനുകൂലമാണ് ചേട്ടന്റെ ഒരു പൊതുവായ വിലയിരുത്തൽ? കോൺഗ്രസിന് തന്നെയാണ്. അപ്പൊ മുരളീധരൻ തന്നെ ജയിക്കുന്ന? മുരളീധരൻ തന്നെ ജയിക്കാനും സാധ്യത. മുരളീധരന്റെ പ്രചരണങ്ങളൊക്കെ എങ്ങനെ വന്നു? അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതൊക്കെ പാരമ്പര്യമുണ്ട്. സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് അങ്ങനെ എന്തൊക്കെ പെട്ടെന്ന് ഇവിടെ വന്ന ഒരാള്, അതിൻ്റെതായ പൊതുവികാരം എല്ലാവർക്കും ഉണ്ടാവും. മുരളീധരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ പാരമ്പര്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ തൃശ്ശൂരിന് വേണ്ടി ചെയ്യാൻ പറ്റും. സുരേഷ് ഗോപി ഇന്നലെ നാളെ ഇവിടെ വന്ന് പോകും. അങ്ങനെ സുനിൽകുമാറും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒത്തിരി മികച്ചു നിൽക്കുന്നത് മുരളീധരന്റെ സഹോദരി കൂടിയായിട്ടുള്ള പത്മജ BJP-യിലേക്ക് പോയതൊക്കെ കോൺഗ്രസ്സുകാരനെ അത് പത്മജ പോയാലും ശരി, ആര് പോയാലും ശരി, അതിലൊന്നും തൃശ്ശൂർക്കാർ വികാരങ്ങളും മാറില്ല. കരുണാകരന്റെ തട്ടകത്ത് എന്താ മുരളീധരൻ തന്നെ ജയിക്കുള്ളൂ. എല്ലാം കറക്റ്റായിട്ട് വേർതിരിച്ചറിയാൻ തൃശ്ശൂർക്കാർക്ക് അറിയാം. അവര് BJP എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവിടെ ചെയ്തു ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞാലും കാര്യങ്ങളില്ല. എന്ത് ചെയ്താലും അവരുടെ പ്രസ്ഥാനങ്ങൾ കാര്യങ്ങൾ അവർക്ക് എപ്പോഴും മറ്റുള്ള ജാതി കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ വേർതിരിവ് ഇപ്പൊ CIA അറിയാലോ. അപ്പൊ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെയാണ്. കോൺഗ്രസിന് എല്ലാവരും വേണം. ഹിന്ദു വേണം, മുസ്ലിം വേണം, എല്ലാ ജാതിയും വേണം. അവർക്ക് അത് വേണ്ട.
അവർക്ക് സവർണർ വേണം, ബ്രാഹ്മണർ വേണം, നമ്പൂരി വേണം. സാധാരണക്കാർക്ക് ജീവിക്കണമെങ്കിൽ എപ്പോഴും കോൺഗ്രസ് തന്നെ കൂടെ ഉണ്ടാവും. നമ്മളെ പോലെ മിഡിൽ ക്ലാസ് ആൾക്കാരൊക്കെ എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. തൃശ്ശൂരിന്റെ മനസ്സ് ഇപ്രാവശ്യം കോൺഗ്രസിനൊപ്പമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കേടാ, താങ്ക് യു. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? വിനോദ്. ഓക്കെ വിനോദ് ചേട്ടാ, താങ്ക് യു. താങ്ക് യു ചേട്ടാ. തൃശ്ശൂര് ആര് ജയിക്കാനാണ് സാധ്യത? കെ മുരളീധരൻ UDF. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാം? ഇന്ന് നമ്മുടെ ജനങ്ങൾ ജീവിക്കാനായിട്ടുള്ള അവർ നിത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഈ ജനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ, അതായത് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അവർ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളാണ് എടുത്തിട്ടുള്ളത്. വിശദമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ജനങ്ങളുടെ രോഷം സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രോഷത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നത് മുരളീധരനായിരിക്കും. തീർച്ചയായിട്ടും. കാരണം കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് മോഡിയുടെ ഇപ്പോൾ ഗ്യാരണ്ടി എന്ന് പറയുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ പിണറായിയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വലിയ അഴിമതികളെക്കുറിച്ച് കേൾക്കുന്നത്. പക്ഷേ ആ അഴിമതികൾ അന്വേഷിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് അത് പല രീതിയിലും വേണ്ടത്ര രീതിയിൽ അന്വേഷിച്ച് അതിൻ്റെ നടപടികൾ എടുക്കുന്നില്ല. അത് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ആണോ എന്നുള്ള ഒരു സംശയം ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു പുതിയ സർക്കാർ കേന്ദ്രത്തിൽ വരണം. പിന്നെ തന്നെയല്ല, നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മതവിദ്വേഷം, മതജാതി സ്പർദ്ധ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കാനും മതേതരത്വം നിലനിൽക്കാനും കേന്ദ്രത്തിലൊരു പുതിയ സർക്കാർ വരണം. അത് ഇന്ത്യ മുന്നണി വരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു ലീഡർ സ്ഥാനത്തുള്ള രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് പിണറായി വിജയൻ എപ്പോഴും തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വാക്കുകളിലൂടെ, പക്ഷെ നരേന്ദ്രമോദിയെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല എന്നൊരു ഒപ്പീനിയൻ പറഞ്ഞായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെക്കുറിച്ച് മൗനം പാലിക്കുന്നത്? തീർച്ചയായിട്ടും പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചെയ്യേണ്ട അഭിപ്രായം? തീർച്ചയായിട്ടും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ഇവിടെ കേരളത്തിൽ ഒട്ടനവധി അഴിമതി കേസുകൾ ഉണ്ട്. ആ കേസുകൾ യഥാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും കിട്ടാതെയല്ല, പക്ഷേ രാഷ്ട്രീയമായ കാരണങ്ങളാൽ അത് മുഖ്യമന്ത്രിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് മോഡിയും അമിത്ഷാ എടുത്തിരിക്കുന്നത്. BJPയുടെ ആ നിലപാടിന് എതിരായിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി? അതെങ്ങനെ എനിക്ക് അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നല്ല സപ്പോർട്ടിംഗ് ആയിട്ടാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നിൽക്കുന്നത്. പക്ഷെ കേരളത്തിലോട്ട് വരുമ്പോൾ സ്ഥിതി മാറുകയാണ്. അപ്പോൾ ഇത് ആളുകളിൽ ഒരു സംശയം ജനിപ്പിക്കുമോ? അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഖ്യ എതിരാളികൾ കോൺഗ്രസും CPM ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മത്സരിക്കേണ്ടി വരും. പക്ഷേ ദേശീയ തലത്തിലെ മോദി സർക്കാരിനെ അകറ്റി നിർത്താനും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ ഇന്ത്യ മുന്നണി അവിടെ നേതൃത്വം വരണം. അതിന് കൂടുതൽ ശക്തി പകരാൻ ഇന്ത്യയിലെ ടോട്ടൽ അതിന് കഴിവുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിന് ഭൂരിപക്ഷം അംഗങ്ങളെ ഉണ്ടാക്കാൻ സാധിച്ച് ഇന്ത്യ മുന്നണി ഒരു സഖ്യമായിട്ട് കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്നാലാണ് ജനങ്ങൾക്ക് ഇന്നത്തെ ഈ ദുരിതത്തിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ആദ്യം പറഞ്ഞത് പോരാട്ടം LDFും UDFും തമ്മിലാണ് തൃശ്ശൂർ. എന്തായാലും BJPയെ 3ാം സ്ഥാനത്താക്കും, അതാണ് തൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ ആയിരിക്കുമോ തൃശ്ശൂരുകാരുടെ? തീർച്ചയായിട്ടും. ഇപ്പോൾ BJP എന്തായാലും തൃശ്ശൂർ വിജയിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 3 തവണ ഇപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് സുരേഷ് ഗോപി മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും ആള് 3ാം സ്ഥാനത്ത് തന്നെയാവും. അപ്പോൾ മുരളീധരൻ്റെ ആ ഒരു ലക്ഷ്യം ഫലിക്കും തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു ഏട്ടാ. അച്ഛൻ്റെ പേര്? എൻ്റെ പേര് CK ഫ്രാൻസിസ്. ഓക്കെ, താങ്ക് യു ഏട്ടാ. താങ്ക് യു സോ മച്ച്. ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകില്ലേ? ഉറപ്പായിട്ടും പോകും. അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മേഖലയെന്നാണ് തൃശ്ശൂരിനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി, സുനിൽകുമാർ, മുരളീധരൻ അതാത് പാർട്ടികൾക്ക് വേണ്ടി മത്സരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വിജയസാധ്യത ആർക്കാണെന്നാണ് ഇപ്പോൾ പൊതുവായിട്ട് തോന്നുന്നത്? ഇപ്പോൾ അറിയില്ല, അതിനെ പറ്റിയിട്ട് അറിയില്ല. ആർക്കും സാധ്യതയുള്ള പോലെയല്ല. ആരെ തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാവർക്കും തുല്യമായ ഒരു സാധ്യത ഇപ്പോൾ നിലവിലുണ്ട്. ചേട്ടാ, തൃശ്ശൂര് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 ശക്തരായ സ്ഥാനാർത്ഥികളാണ്.
LDF വേണ്ടി സുനിൽകുമാർ, UDF വേണ്ടി മുരളീധരൻ, BJP വേണ്ടി സുരേഷ് ഗോപി. ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായിട്ടാണ് കേരളക്കാരെ ഒട്ടാകെ തൃശ്ശൂരിനെ കാണുന്നത്. അപ്പോൾ ഇപ്രാവശ്യം തൃശ്ശൂരിൻ്റെ മനസ്സ് ആർക്കൊപ്പമാണെന്നാണ് ചേട്ടൻ്റെ ഒരു ചിന്ത? എനിക്കിവിടെ എല്ലാം വോട്ട്. ആഹാ, ഇവിടെ എല്ലാം വോട്ട്. എവിടെ വോട്ട്? ആലത്തൂരാണ്. ആലത്തൂർ രമ്യ ഹരിദാസ്. ഓ, ഓക്കെ. അപ്പോൾ അവിടുത്തെ സാധ്യത എങ്ങനെയാണെന്ന് ചുമ്മാ പറയാം. അവിടുത്തെ സാധ്യത LDF തന്നെയാണ് അല്ലേ? ഇവിടെ ഇപ്പോ എന്തിനു വന്നാണ് അപ്പോൾ? ആണല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു പൾസ് എങ്ങനെയാണെന്നാണ് തോന്നുന്നത് ആളുകളുടെ? അങ്ങനെ കേട്ടിരുന്നോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കുറിച്ചൊക്കെ സംസാരിക്കണത്? ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ സ്ട്രോങ് ആണ്. സുരേഷ് ഗോപിയും സുനിൽകുമാറും സ്ട്രോങ് ആണ്. രണ്ടുപേരും നല്ല സ്ട്രോങ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം അതെ ജയിച്ച ആളാണ്. അതുകൊണ്ട് ആൾക്കാര് നല്ല സപ്പോർട്ടാണ്. അടിപൊളിയാണ്. സുരേഷ് ഗോപി പുതിയൊരാളാണ് നമ്മുടെ നാട്ടിൽ നിന്ന്. അതെ. സുരേഷ് ഗോപി ജയിപ്പിക്കണം വ്യക്തി എന്ന നിലയ്ക്ക് നല്ല മനുഷ്യനാണ്. നല്ല കാര്യങ്ങളാണ് ചെയ്യണേ. പാർട്ടിയുടെ കാര്യങ്ങൾ എനിക്കറിയില്ല. പാർട്ടിയിൽ എന്താണ് ചെയ്യണേ ഒന്നും എനിക്കറിയില്ല. ആള് വ്യക്തിപരമായിട്ട് നല്ലൊരാളാണ്. ആള് നല്ല കാര്യങ്ങളാണ് ചെയ്യണേ. ആൾക്ക് ആ പാർട്ടിയുടെ ലേബലിന്റെ ആവശ്യമില്ല. ആള് ചെയ്യണ കാര്യങ്ങൾക്ക് പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ഥാനം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. അപ്പൊ പാർട്ടിപരമായിട്ട് പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് സുരേഷ് ഗോപിനെ ഇഷ്ടമാണ്. അപ്പൊ സുരേഷ് ഗോപിനെ ജയിപ്പിക്കണം എന്നുള്ളൊരു ട്രെൻഡ് ആൾക്കാർ പറയുന്നുണ്ടോ? അത് പറയുന്നുണ്ട്. എന്ത് ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാവുന്നുള്ളത് ഓൾമോസ്റ്റ് ഉറപ്പാണ്. ഇവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ പുള്ളി കേന്ദ്രമന്ത്രിയാവും. അപ്പൊ തൃശ്ശൂരിന് മന്ത്രി എന്നുള്ളത് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല തൃശ്ശൂരിന് ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു പ്രാവശ്യം തൃശ്ശൂരിൽ നിന്നിട്ട് പുള്ളി തോറ്റതാണ്. അപ്പോ അതിലിപ്പോ ജനങ്ങൾക്ക് ഒരു കുറ്റബോധമാണോ അതോ വീണ്ടും തോൽക്കുന്നുള്ള ഭാവമാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളടത്ത് നോക്കിയിട്ടാണ്. അതായത് നമ്മുടെ കേരളത്തിൽ BJP ചെയ്യണതല്ല ആൾക്കാർ നോക്കുന്നത്. ഇന്ത്യയിലും ഉത്തരേന്ത്യയിലും ബാക്കിയുള്ളടത്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അവിടെ പോലെ ഇത് നമ്മുടെ കേരളം ആവുമെന്നുള്ള ഒരു പേടി കൊണ്ടാണ് അങ്ങനെ BJPക്ക് വേണ്ടി ഇതാകുന്നത്. വ്യക്തിപരമായിട്ട് നോക്കുക ആള് നല്ലൊരു മനുഷ്യനാണ്. ജയിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യും. ഉറപ്പാണ്. അപ്പൊ ഇവിടുത്തെ പ്രചരണങ്ങളൊക്കെ കണ്ടിരുന്നോ? എന്റെ വീട് ഇവിടെ അടുത്താണ്. പക്ഷെ ഇവിടെ അടുത്താണ്. പക്ഷെ ഞാൻ ആലത്തൂരിലാണ് പറഞ്ഞത്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. എന്നിട്ട് ഞാൻ ആലത്തൂരാണ്. ഓക്കെ. അപ്പോ താങ്ക്സ് ചേട്ടാ. എന്തായാലും തൃശ്ശൂർ ആര് ജയിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നത്? മുരളീധരൻ. അപ്പോൾ എന്തുകൊണ്ടാണ് മുരളീധരൻ പറയുന്നത്? ഒന്നുമില്ല, അച്ഛൻ്റെ ഏരിയ അല്ലേ. അതേതോ കരുണാകരൻ അല്ലേ? ഓക്കെ. പക്ഷെ അനിയത്തി BJPയിലേക്ക് മാറിയായിരുന്നു ഈ അടുത്ത്. അപ്പൊ ഇതൊക്കെ ബാധിക്കും തോന്നണുണ്ടോ? ഒരിക്കലും ഇല്ല. കോൺഗ്രസിന് അറിയാം അല്ലേ തൃശ്ശൂർകാർക്ക്? പിന്നെ ഒന്ന് വെച്ചാൽ ഞാൻ CPO ഉദ്യോഗസ്ഥയാണ്. പിന്നെ എങ്ങനെയായാലും ഓപ്പോസിറ്റ് നിൽക്കൂലല്ലോ. നമ്മളെ നിരാശപ്പെടുത്തിയ ആൾക്കാരാണല്ലോ. സർക്കാർ തീർച്ചയായും 62 ദിവസവും സമരം ചെയ്ത ആളാണോ? ഓക്കെ. നമ്മളെ നിരാശപ്പെടുത്തി. അപ്പൊ ഒരിക്കലും അതിന്റെ ഒരു പ്രതിഫലനം ഇപ്പൊ ഇലക്ഷൻ ഉണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും. ഇനിയിപ്പോ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ സമരം അവസാനിപ്പിച്ചത്? അല്ല, അതിന്റെ കാലാവധി കഴിഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. അപ്പൊ ജോലി കിട്ടിയില്ല. ഓക്കെ. അപ്പൊ ഇനി ഒരു പ്രതീക്ഷ കോൺഗ്രസിൽ തന്നെയാണ് അല്ലേ? കോൺഗ്രസിന് പറഞ്ഞാൽ നമ്മളെങ്ങനെയായാലും ഒരിക്കലും ഓപ്പോസിറ്റ് ചെയ്യൂലല്ലോ. തീർച്ചയായിട്ടും പ്രതീക്ഷിച്ച ആൾക്കാരിൽ നിന്ന് നമുക്കൊരു ഒന്നും കിട്ടിയില്ല. അപ്പൊ നമുക്ക് ആകെ ഒരു പ്രതീക്ഷ ഇനിയിപ്പോ പറയാൻ അവർ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇപ്പോൾ പ്ലാൻ? ആക്ച്വലി പേഴ്സണലായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ഇതിൽ കിട്ടിയില്ല, ഇനിയിപ്പോൾ എന്തായിരിക്കും? അപ്പോൾ എന്തെങ്കിലും ചെയ്യാം. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ജോലി ഇങ്ങനെ അടുത്ത് വരെ എത്തിയിട്ട് നഷ്ടമായല്ലേ? ഓക്കെ. അപ്പോൾ ഈ ആളുകൾ, യുവാക്കൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഇവിടുന്ന് പോകുന്നതിന്റെ പിന്നിലൊക്കെ ഇത്തരം കുറെ കാര്യങ്ങളാണോ? നമുക്ക് ആവശ്യത്തിന് വേണ്ടത് നമുക്ക് ഒരു ജോലി, തൊഴിലില്ലായ്മയാണല്ലോ. തീർച്ചയായും തൊഴിൽ യുവാക്കളെ പരിഗണിക്കണല്ലോ. അതെ. ചർച്ചയ്ക്ക് പോലും വരാത്ത ഗവൺമെന്റ് നമ്മൾ എന്താ വിശ്വസിക്കുക? ഒരു ചർച്ചയ്ക്ക് പോലും വന്നില്ല. ഈ കഴിഞ്ഞ 62 ദിവസങ്ങളിൽ വന്നില്ല. 2 ദിവസം വന്നില്ല. ഏതെങ്കിലും ഒരു മുന്നണി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നോ? BJPന്റെ ആൾക്കാർ, കോൺഗ്രസിന്റെ ആൾക്കാരാണ് കൂടുതലായിട്ട് നമ്മെ സപ്പോർട്ട് ചെയ്തത്. പറമ്പിൽ MLA, രാഹുൽ മാങ്കുട്ടത്തില്, ചാണ്ടി ഉമ്മൻ സാറ്, അവരൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. നമുക്ക് വേണ്ടി നല്ലോണം സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ പൊതുവെ ഇനിയിപ്പോ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർ, ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? യുവാക്കളോടൊക്കെ സമരം ചെയ്യാനും കൂടി പഠിക്കണമായിരിക്കും നല്ലത്. സമരം ചെയ്യാൻ കൂടി പഠിക്കണം അല്ലേ? അല്ലാതെ പഠിച്ചതുകൊണ്ട് മാത്രം ജോലി കിട്ടൂല അല്ലേ? കിട്ടൂല. ഓക്കേടാ, പേരെന്തായിരുന്നു? നജ്മുദ്ദീൻ. ഓക്കെ. ഓക്കേടാ, താങ്ക് യു സോ മച്ച്.
ഇതില് തൃശ്ശൂർ ആര് ജയിക്കുന്ന തോന്നണേ? അതിനിപ്പോ സുരേഷ് ഗോപിക്ക് സാധ്യത മറ്റുള്ളവരൊക്കെ ഈ കൊളാക്കിക്കൊണ്ടിരിക്കില്ല, മൊത്തത്തിലായിക്കൊണ്ടിരിക്കല്ലേ. സുരേഷ് ഗോപി ജയിക്കട്ടെ തന്നെയാണ് എന്റെ തീരുമാനം. കേന്ദ്രമന്ത്രി വരട്ടെ. ഒരു കേന്ദ്രമന്ത്രി വരട്ടെ. പിന്നെ അത് മാത്രമല്ല, ഇവര് മാത്രമല്ല കൈയിട്ട് മന്തിയിരുന്നത് മറ്റേ കക്ഷിക്കാര്. ഇപ്പൊ സിനിമ നടന്മാർക്ക് ഒരു അവസരം കിട്ടട്ടെ. അവര് സിനിമ നടന്മാർക്ക് അവസരം കിട്ടിയ രാഷ്ട്രീയം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ചെയ്യാൻ പറ്റും. അയാൾക്കൊക്കെ അത് ചെയ്യാനുള്ള കഴിവുണ്ട്. അയാളെന്ന് വെച്ചാൽ ഒരു പടം കൊണ്ട് മാത്രമല്ല ജയിച്ചു കയറി വന്നത്. ആ കമ്മീഷണർ പടം മാത്രം മതി. പക്ഷെ മമ്മൂട്ടിയും മോഹൻലാലിന്റെയും കുറെ ഡയലോഗുകളൊന്നും ആരും പറഞ്ഞെടുക്കില്ല. പക്ഷെ ഇയാളൊരു ഡയലോഗ് മാത്രം എല്ലാവരും പറഞ്ഞെടുക്കണില്ലേ? ആ ഓർമ്മ മുഖ്ന്നുള്ള ഡയലോഗ് എല്ലാവരും പറയുന്നില്ല കേരളം മുഴുവൻ. തൃശ്ശൂര് തോൽപ്പിച്ചാണ് കക്ഷിനെ. അല്ല, ഇനി സാധ്യത ആള് വീണ്ടും സജീവമായിട്ട് ആർജിച്ച് ശക്തിയോടുകൂടി വരുന്നുണ്ട് എനിക്ക് തോന്നണം. സോ മച്ച്. 3 മുന്നണികളുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂർ നിർത്തിയിരിക്കുന്നത്. ഇപ്രാവശ്യം തൃശ്ശൂരിന്റെ മനസ്സ് ആർക്കൊപ്പം ആയിരിക്കും? ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഉറപ്പിച്ചു പറയാൻ കാരണം? അത്ര പിന്തുണ കൊണ്ട് മാത്രം. അപ്പൊ ഒരു പ്രാവശ്യം ജനങ്ങളുടെ ഒരുപാട് പിന്തുണയുണ്ട് ആൾക്ക്. ആണോ? സ്ത്രീജനങ്ങൾ ഒരുപാട് വളരെ വലിയ മനുഷ്യനാണ്. അപ്പോ ഒരു പ്രാവശ്യം തൃശ്ശൂർ നിന്നിട്ട് പുള്ളിക്കാരൻ തോറ്റുപോയതാ. അപ്പൊ ആ ഒരു കാര്യം ഇനിയും ആവർത്തിക്കപ്പെടും എന്നുള്ളൊരു ഭയം ഉണ്ടോ? ഇല്ല, അത് അന്ന് ആൾക്ക് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി വരണം എന്ന് അത്ര തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് വെച്ച് എന്ത് പറയും? അദ്ദേഹം മോദിയുമായിട്ടും അത്രയ്ക്ക് ബന്ധമുണ്ട്. ഈ നാടിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ കഴിവുണ്ട് ആൾക്ക്. അതിനുള്ള എന്താ പറയാ സൗകര്യങ്ങൾ കൂടുതൽ കിട്ടും. ഒരു മനുഷ്യത്തുള്ള വ്യക്തിയാണെന്ന് 100%. അപ്പോ ഇവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ പുള്ളി ഒരു കേന്ദ്രമന്ത്രി ആവുമെന്നും പറയുന്നുണ്ട്. അപ്പോ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രിനെ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണോ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്? കേന്ദ്രമന്ത്രി ആയാലും അല്ലെങ്കിലും തൃശ്ശൂരിന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ തടഞ്ഞു കിട്ടാണ്ടിരിക്കുന്നുണ്ട്. അത് കിട്ടും. ഒരുപാട് പുരോഗമനമായ കാര്യങ്ങൾ നടക്കും. വേണം. ഇപ്രാവശ്യം പൂരത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ പൂരം ഞാൻ കാണാൻ വന്നിട്ടില്ല. അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഒരു പൊതുവായിട്ടുള്ള ട്രെൻഡ് പറയുന്നത് സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ലേ? ഓക്കെ ഏട്ടാ, താങ്ക് യു. ബിജു. ഓക്കെ, താങ്ക് യു. എനിക്ക് സുരേഷ് ഗോപി ജയിക്കണം. സുരേഷ് ഗോപി ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? സുരേഷ് ഗോപി അതായത് സ്വന്തം കാശ് എടുത്തിട്ട് പാവങ്ങൾക്ക് പൈസ സഹായിക്കണ്ടേ, അതേപോലെ ഇനി സഹായിക്കണം. അത് ഞങ്ങൾക്ക് പലില്ലാത്തവർ സഹായിച്ചു തരണം. പക്ഷെ പിണറായി വിജയൻ ഒരു 10 പൈസ സഹായിക്കണം. അങ്ങോട്ട് മേടിക്കുന്നുള്ള ഇങ്ങോട്ടില്ലേ, പെൻഷനും മര്യാദയ്ക്ക് തന്നിട്ടില്ല, ലോട്ടറിയിൽ 10 പൈസ അടിക്കണില്ല. ഞങ്ങൾ കഷ്ടപ്പെടണം, ജീവിക്കുന്നു. തൊഴിലില്ല, പണിയില്ലാത്ത ആൾക്കാരുണ്ട്. സുരേഷ് ജയിച്ചു കഴിഞ്ഞാൽ അവൻ പാർട്ടിയിൽ ജയിച്ചു കഴിഞ്ഞാൽ അവനോട് നമുക്ക് ജീവിക്കാം, നമുക്കങ്ങനെ ജീവിക്കാം. സുരേഷ് ഗോപി ജയിക്കണം എൻ്റെ ഉറപ്പ്. എനിക്ക് ജയിക്കും സുരേഷ് ഗോപി. എന്ത് പറഞ്ഞാലും ജയിക്കണത് അവന് ജയിപ്പിക്കണം. അതിന് നാട്ടുകാരെല്ലാവരും കൂടി അവന് ജയിപ്പിക്കണം. അതാണ് ആഗ്രഹം. എനിക്ക് ആഗ്രഹം. ഞാൻ നിൽക്കും. ഉറപ്പാ. ഞാൻ സുരേഷ് ഗോപിയുടെ ആളെന്നല്ല ഉണ്ടായി. ഇപ്പൊ ഉണ്ടായതാ കുറച്ച് നാൾ മുമ്പ് പിണറായി വിജയന്റെ കാര്യത്തിനോട് ഇതായിപ്പോ ഞാൻ സുരേഷ് ഗോപിന്റെ പാർട്ടിക്ക് വോട്ട് ഇടുന്നെങ്കിൽ സുരേഷ് ഗോപിക്കുള്ളൂ ചെയ്യുള്ളൂ. അപ്പോൾ ലോട്ടറി കാര്യങ്ങളൊക്കെ വിൽപ്പനയൊക്കെ നടത്തുമ്പോൾ സർക്കാരാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് പറയുമ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പേടി അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് ഒരു പേടിയില്ല. പൈസ കിട്ടണം, ജനങ്ങൾക്ക് പണി കിട്ടണം. 10 പൈസയിലാണ് പിണറായി വിജയൻ നിൽക്കണേ. പിണറായി വിജയന്റെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കാനല്ല, കുടുംബത്തിൽ കൊണ്ടുവയ്ക്കല്ലേ, നാട്ടുകാർക്ക് സഹായിക്കേ. ഈ പാവങ്ങളെ ജീവിപ്പിക്കുക. ആദ്യം എത്ര വീടില്ലാത്തവർ തെരുവിൽ നടക്കണ, ഒരു വീടില്ലാണ്ട് വീട് പണിത് ലാസ്റ്റ് വീട് പണിത് കൊടുക്കില്ലേ. ഇപ്പോഴും തെരുവിൽ നടക്കണ അപ്പം ആൾക്കാർ ഈ റോഡ് വക്കത്തും എല്ലാം കിടക്കണ ഗുണം കൊണ്ട്, പിണറായി വിജയൻ്റെ ഗുണം കൊണ്ട് റേഷൻ കടയിൽ അരിയില്ല, അരി കുറച്ചു. ഇതൊക്കെ പിണറായി വിജയൻ്റെ വേണമല്ല. ഏതായാലും എനിക്ക് സുരേഷ് ഗോപി ജയിച്ചാലേ കാര്യങ്ങൾ നടക്കാൻ പറ്റുള്ളൂ. അത്ര വിശ്വാസം എനിക്ക്. അവൻ സ്വന്തം പാർട്ടി സിനിമ കാഴ്ചണം, സിനിമയിൽ കാഴ്ചണം, അവൻ ജയിപ്പിക്കണം. ചേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നുള്ളൂ, നമ്മള് ആദ്യം തൊട്ട് സമാധാനം സന്തോഷം ആഗ്രഹിക്കുന്ന ആളാ. വേറെ ഇതില്ല. ഈ ജാതി രീതി പറഞ്ഞിട്ടേ തല്ലോട്ടോ നമുക്ക് തമ്മിൽ പറ്റില്ല. അത് പാടില്ല. പത്മജ മുരളിയുടെ സഹോദരി പത്മജ BJP-യിലേക്ക് പോയി. അപ്പൊ അതൊക്കെ സ്ഥാനമാകെ നോക്കിട്ട് ചാടി നടന്ന ചേട്ടാ. അവൾക്ക് എന്തുള്ള അവൾക്ക് എത്ര പ്രാവശ്യം സീറ്റ് കൊടുത്തില്ലേ ജയിച്ചവള്? അതൊക്കെ ബാധിക്കും? എങ്ങനെ ഒരു ബാധിക്കില്ല. അയ്യേ അവളൊക്കെ എന്തിട്ട് വെറുതെ ഈ പറയാണ്ടിരിക്കാനുള്ളത് സ്വന്തം ഒരു മനസാക്ഷി അവള് പോവോ? നമ്മളെ കാര്യം പൂല ഒരു പരിക്കുമ്പോൾ അവള് തെണ്ടി അവൾക്കൊക്കെ സുഖം ജീവിക്കാൻ വേണ്ടതല്ല. അവള് പുറത്ത് പോകുന്ന നാളാ. അപ്പൊ അവളെ വലിയ കിട്ടുന്നല്ലേ, നോക്കിയോ നടക്കും, ഇങ്ങനെ തിരിഞ്ഞു നടക്കും അല്ലേ? അതേ ഉറപ്പല്ലേ? ആർക്ക് മനസ്സിലാക്കിയൂടെ? അല്ലെങ്കിൽ അച്ഛനാ കാരണം അത്ര നല്ല ആളായിരുന്നു.
എത്ര ഏത് പാർട്ടി പൊട്ടേട്ടെ അവർ ഫാമിലി ഒരിക്കലും പാടില്ല, അത് പാടില്ല. നമ്മള് ഇല്ലെങ്കിൽ ഇല്ലാത്ത പരി നടക്കുക അല്ലെ. 2 പ്രാവശ്യം സീറ്റ് കൊടുത്ത് ജയിച്ച അവള് ജയിച്ചില്ല. എന്തുകൊണ്ടാ ജനങ്ങൾക്ക് താല്പര്യമില്ല. നമുക്ക് താല്പര്യം നമ്മൾ വോട്ട് ചെയ്യുള്ളൂ അല്ലെ. ഒരു കാര്യം നടക്കില്ല, ഒരിക്കലും ബാധിക്കില്ല. അവൾ ഇതോടുകൂടി ചത്തോട്ടലേക്ക് പോവുള്ളൂ. അതെ. അപ്പോ നമ്മുടെ മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥിയായപ്പോ ആദ്യം പറഞ്ഞത് മത്സരം LDF UDF തമ്മിലാണ്. BJP 3ാം സ്ഥാനത്തേക്ക് പോകുന്ന പറഞ്ഞത്. അപ്പൊ ആ ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? പരമാവധി നോക്കും, അതൊക്കെ ഉറപ്പന്നെ. അത് പെണ്ണുള്ളതിലൊക്കെ അത് പണ്ട് കാര്യമില്ല, പക്ഷെ ജയിക്കില്ല. എന്റെ അഭിപ്രായം ജയിക്കാൻ പാടില്ല. നമുക്ക് സന്തോഷമായിട്ട് എല്ലാവരും ഒരേമാതിരി ജീവിക്കണം. വ്യക്തി പാർട്ടി ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇതൊക്കെ പറഞ്ഞേ തമ്മില് ഇതുണ്ടാക്കാൻ പാടില്ല. അവിടെ അമ്പലപ്പതി ഈ വയനാട് കണ്ട് പേര് മാറ്റണം, ഈ വാക്ക് ആരെങ്കിലും ഈ സമയത്ത് പറയാൻ പാടും. ഓരോരുത്തർ ഒരു കാര്യം പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് അതിന്റെ വിഷമം ഉണ്ടാവും. നമ്മൾ ഒരേമാതിരി കൂട്ടുകാരന്മാരോട് ജീവിക്കുന്ന സ്ഥലമാണ് അല്ലേ. അവിടെ ജാതി കാര്യങ്ങളും പറയാൻ പാടില്ല ഒരിക്കലും. അത് നമുക്ക് ഒറ്റ കാഴ്ചപ്പാടിൽ ഇവിടെ ആരും ജയിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല. കാരണം 2-3 3 തുല്യ വ്യക്തികളിന് വളരെ ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്. സുരേഷ് ജെന്റിൽമാൻ, മുരളീധരൻ എക്സ് മിനിസ്ട്രി, സുനിൽകുമാർ മുൻ മന്ത്രിമാര് ആരും മോശക്കാരല്ല. ഒന്നിനെ സംഭവിക്കും. തൃശ്ശൂരിന്റെ സ്റ്റേജ് വെച്ച് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് പ്രവചിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. സർവേകളും പറയുന്നത് ഇഞ്ചോടിഞ്ച് പോരാ. അതെ, 2 ഈക്വൽ ഫൈറ്റ് ആണ് ഇവിടെ. ഈക്വൽ ഫൈറ്റ്, ദേ ആർ ബോത്ത് ആർ ഈക്വൽ. മൂന്നാളും കുഴപ്പക്കാരല്ല. അതെ, തീർച്ചയായിട്ടും. അപ്പൊ 3 അഭിപ്രായങ്ങളും വരുന്നുണ്ട്. സുനിൽകുമാർ ജയിക്കുന്നവരുണ്ട്, സുരേഷ് ഗോപി ജയിക്കുന്നവരുണ്ട്. അതെ, ഇപ്പൊ മുരളീധരൻ ജയിക്കുന്നു പറയുന്നുണ്ട്. അപ്പോ ഇത്രയും ഒരു പോരാട്ടം ഈ തൃശ്ശൂരിന്റെ ചരിത്രത്തിൽ ചേട്ടൻ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഉണ്ടായിട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഇദ്ദേഹത്തെ തൃശ്ശൂർ ഇദ്ദേഹത്തും വലിയ വൻ തോക്കുകൾ എന്നുള്ള സ്ഥലമാണ്. അവര് കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. എത്രയോ പഴയ നേതാക്കന്മാര് കഴിഞ്ഞ വട്ടം സുരേഷ് ഗോപി എന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ എന്താ ഇന്നത്തെ ട്രെൻഡ്, അതായത് ഈ പുതിയ തലമുറയുണ്ട്, പുതിയ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്കൊരു രാഷ്ട്രീയമില്ല. അവര് എന്തിനു പ്രതികരിക്കും, എന്തിനു ചെയ്യണമെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. നിർണ്ണയിക്കുന്നത് കുറെ വോട്ടുകൾ കിട്ടും, ചിലവർക്ക് എല്ലാവർക്കും വോട്ട് കൂടുതൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കേരളത്തിൽ നിന്ന് യുവാക്കൾ പൊതുവേ ഇങ്ങനെ വിദേശ രാജ്യങ്ങളോട് കൂടുതലായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ ഇവിടുത്തെ ഭരണത്തിലൊക്കെ മടുത്തിട്ടാണോ ആ പോകുന്നത്? തൊഴിലില്ലായ്മ ജീവിക്കണ്ടേ? ഇന്നിപ്പോ ഒരു ക്വാളിഫൈഡ് കുട്ടിക്ക് അവന് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റണില്ല. അവൻ കാശില്ലാത്തവനും പോണ്ട്, കാശുള്ളവനും പോണ്ടില്ലേ, എല്ലാവരും പോണ്ട് ഇവിടെ. അതൊന്നും പറയാൻ പറ്റില്ല. ഒക്കെ എല്ലാവരും ദൈവത്തിന് വിളിക്കട്ടെ, ദൈവം അതിന് വഴി കൊടുക്കും. എല്ലാവരും കൂടി സഹകരിച്ചാൽ ജയിക്കുന്നു വിചാരിക്കാം. എല്ലാവരും ജയിക്കും. ഒരു നല്ല കാൻഡിഡേറ്റ് ജയിച്ചു വരണം എന്നാണ് എല്ലാവർക്കും. നമുക്ക് പല കാര്യങ്ങളുണ്ട്, അവരെ കൊണ്ട് വേണമല്ലോ. സുരേഷ് ഗോപി ചെയ്താലും സുരേഷ് ഗോപി ചെയ്താൽ നല്ല തന്നെ ആരും നല്ല മനസ്സിലായി. സുനിൽകുമാർ ആണെങ്കിൽ പഴയ മിനിസ്റ്റർ, അങ്ങൊരു കുഴപ്പക്കാരനല്ല. മുരളീധരനും പഴയ MP ആണ്. എല്ലാവരും ഈക്വൽ പൊസിഷനിലുള്ള ആൾക്കാരാണ്. തൃശ്ശൂര് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 3 കരുത്തരായ സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂർ നിർത്തിയിരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം എന്നാണ് കേരളക്കാർ ഒന്നാകെ പറയുന്നത്. ആര് ജയിക്കാനാണ് സാധ്യത തോന്നുന്നത്? ഇവിടെ ആര് ജയിക്കും എന്നല്ല പ്രധാനം. തൃശ്ശൂർ പൂരത്തെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനങ്ങളെ വരെ അട്ടിമറിക്കുന്ന, ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള മോദി അജണ്ടയ്ക്കെതിരെ ഇന്ത്യയിലെ എന്നല്ല ലോകത്തെ ജനങ്ങൾ ഒന്നാകെ ഈ ഇലക്ഷന് വിധി പറയും. അപ്പോൾ ആ ഒരു കേന്ദ്രഭരണത്തിനെതിരെയുള്ള വിധിയായിരിക്കും ഇപ്രാവശ്യം. തീർച്ചയായും. അപ്പോൾ എന്തായാലും ഇവിടെ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയില്ലല്ലോ. ഇല്ല. സുരേഷ് ഗോപി ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ല. അത്രയും ഉറപ്പിച്ചു പറയാൻ എന്താ കാരണം? അല്ല, അത്രയും ഉറപ്പിച്ചു പറയേണ്ട കാര്യമില്ല. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള BJP ഗവൺമെന്റിന്റെ അജണ്ട ഇന്ത്യൻ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണ് തൃശ്ശൂർ പൂരം എന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തൃശ്ശൂര് ഇത്തവണ ആരെടുക്കും? അത് ടൈയായിട്ട് പോവും. തൃശ്ശൂർ 3 പേരും ടൈയായിട്ട് പോവും. 3 ടൈയായിട്ട് പോവും. വളരെ ഭൂരിപക്ഷം ഉണ്ടാവില്ല. അത് കൗണ്ടിങ്ങിന് ശേഷം പറയാൻ പറ്റുള്ളൂ. അല്ല, തൃശ്ശൂര് എന്ന് പറഞ്ഞത് മതസൗഹാർദ്ദത്തിന്റെ ഒരു നാടാണ്.
ലോകത്തിൽ തന്നെ ജാതിഭേദ്യമന്യേ ഉള്ള ഒരു സ്ഥലം തൃശ്ശൂരാണ്. ആ തൃശ്ശൂരിനെ വരെ ഇങ്ങനെയാക്കിയാൽ അത് ഇവിടുത്തെ ജനങ്ങളെന്നല്ല, ലോകത്തിലെ ജനങ്ങൾ വിധി പറയില്ല. എൻ്റെ ഒരു തോന്നൽ പ്രകാരം BJP കൊണ്ടുപോകും. ആദ്യമായിട്ട് പാറയ്ക്കും. അതിന്റെ കാരണം സുരേഷ് ഗോപി നിൽക്കുന്നതുകൊണ്ടാണ്. ആണ് സുരേഷ് ഗോപിനോട് ഇത്ര ഒരു താല്പര്യം. സുരേഷ് ഗോപി ഇതിനെ കൊണ്ട് താല്പര്യം അല്ല, മെയിനായിട്ട് ഇടതിന് കുറച്ച് ഒരു ഇടിവ് പോലെ ആണ് വന്നിട്ടുണ്ട് എന്നാണ്. നിലവിലെ ഭരണം കുറച്ച് മോശമായിട്ടുള്ള രീതിയിലാണെന്നാണ് എൻ്റെ. അതെ 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 തീർച്ചയായിട്ടും. അപ്പം അത് കാരണം അതിനോട് സമരമൊക്കെ നടത്തിയ ആളാണ്, പുള്ളിക്ക് ജോലി കിട്ടിയില്ല. അതെ സമരം നിർത്തിപ്പോണ്ട് വന്നു. ഇപ്പം നമ്മുടെ കൂട്ടുകാരുടെ ഇതെടുക്കുകയാണെങ്കിൽ പോലും ഒരുപാട് PSC റാങ്ക് ലിസ്റ്റ് ക്യാൻസലായിട്ടും അങ്ങനെയായിട്ട് ഇതെല്ലാം ഒരുപാട് ജോലിയില്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. ഭയങ്കര പാടാണ്. ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ തന്നെ എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും പഠിച്ച്, ഞാനിപ്പോൾ മാസ്റ്റേഴ്സ് ഇൻ പ്ലാനിങ് കഴിയുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു പെർമനൻറ്റ് ജോലി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ കേരളത്തിൽ ഈ പ്ലാനേഴ്സിനുള്ള ഒരു സ്കോപ്പോ അങ്ങനെ ഒരു യാതൊരു നിലപാടും ഇതുവരെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം ഭരണം കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് പിറകിലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു മാറ്റം വേണം. പുതിയ ആൾക്കാർ വരുമ്പം എന്തെങ്കിലും മാറ്റം വരും എന്നുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അതെ അതെ. ഇപ്രാവശ്യം തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി വെല്ലുവിളി ഉയർത്താൻ പോകുന്ന മറ്റു സ്ഥാനാർത്ഥി ആരായിരിക്കും? അത് മുരളീധരനായിരിക്കും. തീർച്ചയായിട്ടും UDF തന്നെയായിരിക്കും. ഉറപ്പായിട്ടും. അപ്പൊ ഇപ്രാവശ്യം സുരേഷ് ഗോപിക്ക് തന്നെ വോട്ട് ചെയ്യണം എന്നാണ് ചേട്ടൻ്റെ ഒരു മനസ്സ് പറയുന്നത് അല്ലേ? അങ്ങനെയല്ലേ, ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വന്നാ കൊള്ളാം. അതെ, ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോ പറയുന്നില്ല. അംഗീകാരം നൽകി ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക. ചേട്ടാ, തൃശ്ശൂര് ഇലക്ഷൻ വരികയാണല്ലോ, ആര് ജയിക്കാനുള്ള സാധ്യത? സുനിൽകുമാർ ഉറപ്പാണ്. അതെന്തുകൊണ്ടാണ് സുനിൽകുമാർ എന്ന് പറയാൻ കാരണം? അത് ഈ നാട്ടുകാരനായ കാരണം. എല്ലാവർക്കും പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റും. നല്ല സഖാവാണ്. അപ്പൊ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ അഭിപ്രായം എന്താണ്? അവരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമൊക്കെ കഴിച്ചു നോക്കുമോ? ഇല്ല. അത് സുരേഷ് ഗോപി BJPക്ക് നിന്നില്ലെങ്കിൽ ആള് ജയിച്ചനായിരുന്നു. വേറൊരു ആളെ ഒറ്റയ്ക്ക് നിൽക്കാത്ത ആള് നിൽക്കും, ജയിക്കും. പക്ഷെ BJPയിൽ കൊടുക്കുന്ന ആള് ജയിക്കില്ല. BJP ആയതുകൊണ്ടാണ് നെഗറ്റീവായത്. സ്ഥാനാർത്ഥി മുരളീധരൻ കുഴപ്പമില്ല. പക്ഷെ കോൺഗ്രസ് ആകെ ഇതായിട്ട് തകടം മറിഞ്ഞ് കിടക്കല്ലേ, അതുകൊണ്ട് കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയില്ല. ഉറപ്പ് 100% ഉറപ്പാ. ഇല്ല, ഒരു സംശയമില്ല. 100%. ഓക്കെ.